നിങ്ങളുടെ കുട്ടികളെ LKG UKG നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടെഴുത്താണ് നടത്തുന്നത്. കേട്ടെഴുത്ത്, മലയാളം കേട്ടെഴുത്ത്. നിങ്ങൾ നിങ്ങളുടെ ബുക്കും പെൻസിലും പോയി ഓടിയെടുത്തിട്ട് വരിക. എല്ലാവരും ബുക്കും പെൻസിലും അല്ലെങ്കിൽ ബുക്കും പെന്നും എടുക്കുക. ടീച്ചർ പറയുന്നത് എന്താണോ അത് കേട്ട് തെറ്റാതെ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഓക്കെ? ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. ഒന്നാമത്തെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. കടുവ. കടുവ. ഒന്നാമത്തെ ചോദ്യം കടുവ. കടുവ എന്നത് നിങ്ങളുടെ ബുക്കിൽ തെറ്റാതെ എഴുതുക. കടുവ. കടുവ. ഓക്കെ, ശരിയാണോ എന്ന് നോക്കാം. ക ഡു വ, കടുവ. ക ഡു വ, കടുവ. ക ഡു വ, കടുവ. കറക്റ്റാണോ? തെറ്റിപ്പോർക്ക് മനസ്സിലായല്ലോ. ഇനി തെറ്റില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായി ചെയ്യണം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. കരടി. കരടി. രണ്ടാമത്തെ ചോദ്യം കരടി. ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതുക. കരടി. തെറ്റിപ്പോകരുത്. കരടി. ശരിയാണോ നോക്കാം. ക ര ഡി, കരടി. ക ര ഡി, കരടി. ശരിയാണോ? ശരിയായിരുന്നോ? ഓക്കെ, തെറ്റിപ്പോർ ശ്രദ്ധിച്ചോളൂ. ക ര കര ഡി, ഡി കരടി. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം കുയിൽ. 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 ശ്രദ്ധിച്ച് കേൾക്കുക. കുയിൽ. കുയിൽ. എഴുതിയായിരുന്നോ? ഓക്കെ, ശരിയാണോ നോക്കാം. കു ഇ ൽ, കുയിൽ. കു ഇ ൽ, കുയിൽ. ശരിയായോ? ശരിയാണോ? വെരി ഗുഡ്. തെറ്റിപ്പോർക്ക് മനസ്സിലായല്ലോ. കു ഇ ൽ ഒരുമിച്ച് എഴുതുമ്പോൾ കുയിൽ. അടുത്ത ചോദ്യം കുളം. 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 തെറ്റാതെ എഴുതുക. കുളം. കുളം. ഓക്കെ, ഇനി നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. കുളം. 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 കുളം.
കറക്റ്റാണോ? കു എഴുതി ളം എഴുതി. രണ്ടും കൂടി ചേരുമ്പോൾ കുളം. കുളം. ഓക്കെ, തെറ്റിപ്പോയവർക്ക് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, കീരി. കീരി. അടുത്ത ചോദ്യം കീരി. ശ്രദ്ധിച്ചെഴുതുക, തെറ്റിപ്പോകരുത്. ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക, ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. കീരി. കീരി. ശരിയാണോ നോക്കാം. കീരി. 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 കറക്റ്റാണോ? വെരി ഗുഡ്. തെറ്റിപ്പോയവർ ശ്രദ്ധിച്ചോളൂ. കീരി. ഒരുമിച്ച് എഴുതുമ്പോൾ കീരി. കീരി. ഓക്കെ, അടുത്ത ചോദ്യം, കഴുത. 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 ശ്രദ്ധിച്ചെഴുതുക. കഴുത. കഴുത. ഓക്കെ, കറക്റ്റ് ആണോ നോക്കാം. കഴുത. 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 കറക്റ്റ് ആണോ? ഓക്കെ, വെരി ഗുഡ്. തെറ്റിപ്പേർ ശ്രദ്ധിച്ചോളൂ. കഴുത. ഒരുമിച്ച് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതുമ്പോൾ കഴുത. ഓക്കെ, അടുത്ത ചോദ്യം, കൃഷി. 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 തെറ്റിപ്പോകരുത്. കൃഷി. കൃഷി. ഓക്കെ, ശരിയാണോ നോക്കാം. ഋ ചിഹ്നമാണ്, അറിയാലോ. അപ്പോൾ കൃ. കൃ. ഷി. ഷി. കൃ. ഷി. കൃഷി. കൃഷി. ശരിയാണോ? ഓക്കെ, തെറ്റിപ്പോയവർ ശ്രദ്ധിച്ചോളൂ. കാക്ക് ഋ ചിഹ്നം കൊടുത്തപ്പോൾ കൃ. കൃ. ഷി. കൃഷി. 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 മനസ്സിലായല്ലോ? യെസ്. അടുത്ത ചോദ്യം, കേരം. 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 നല്ലതുപോലെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം എഴുതുക. കേരം. കേരം. ഓക്കെ, കറക്റ്റ് ആണോ നോക്കാം. എ അടയാളമാണ് നൽകിയെങ്കിൽ കെരം എന്നായേനെ. കെ എന്ന് പറയുമ്പോൾ എ ചിഹ്നം നൽകുക. കേരം. 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 ഓക്കെ, കറക്റ്റ് ആണോ? കേരം. 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 തെറ്റിപ്പോയവർ കറക്റ്റ് ചെയ്തുവല്ലോ. യെസ്. അടുത്ത ചോദ്യം, കുതിര. 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 ശ്രദ്ധിച്ചെഴുതുക. കുതിര. ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക. കുതിര.
ഓക്കെ, കറക്റ്റ് ആണോ നോക്കാം. കു തി ര. ഒരുമിച്ച് എഴുതുമ്പോൾ കുതിര. കുതിര. കു തി ര. കുതിര. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ടുണ്ട്? വെരി ഗുഡ്. തെറ്റിപ്പേർ ശ്രദ്ധിക്കൂ. കു കു തി ര. കുതിര. കു തി ര. കുതിര. 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 ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുരങ്ങൻ. 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 ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ. ശരിയാണോ നോക്കാം. കു ര ങ ൻ. കുരങ്ങൻ. ടീച്ചർ പറഞ്ഞത് എങ്ങനെയായിരുന്നു? കുരങ്ങൻ. അപ്പോൾ നിങ്ങൾ അതുപോലെ എഴുതുക. കു ര ങ ൻ. കുരങ്ങൻ. കു ര ങ ൻ. കുരങ്ങൻ. ഓക്കെ. 10 ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള എത്ര പേരുണ്ടായിരുന്നു? കൈ ഉയർത്തിയേ. 10 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ടുള്ളവർ ആരൊക്കെയാണ്? കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്. 9 മാർക്സ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? 9 മാർക്സ്. ഓക്കെ, വെരി ഗുഡ്. 8 മാർക്സ്. വെരി ഗുഡ്. അപ്പോൾ അതിൽ കൂടുതൽ തെറ്റിപ്പോയവർ, തെറ്റിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കൽ കൂടി നല്ലതുപോലെ മനസ്സിലാക്കിയല്ലോ. വീണ്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഫുൾ മാർക്സ് മേടിക്കുക. ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു.